ഗുഡ് മോർണിംഗ്. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കി ചോദിച്ചാ എന്നാ പിന്നെ എല്ലാരും കഴിച്ചോളൂല്ലോ. പിന്നെ മുട്ടക്കറിയും കൂടെ. പള്ളിയിൽ പോയില്ല, ഞാൻ ഇന്നിവിടെ കുർബാന ഉണ്ട്. കുഴച്ചങ്ങ് വെച്ചേച്ച് മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം. അവൻ പഠിക്കാൻ എഴുന്നേറ്റില്ലേ? ഇല്ല, മഴയൊന്നും പെയ്തില്ല. മഴ ഇനി കുറഞ്ഞില്ലേ? ഇതിന് ചോപ്പറിൻ്റെ അകത്തേക്ക് ഇട്ടങ്ങോട്ട് എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ചായ വല്ലതും വേണോ? വേണ്ടേ? പിന്നെ ഞാൻ കുക്കർ മുട്ടക്കറി ഞാൻ എപ്പോഴും നിങ്ങളെ കാണിച്ചു തരുന്നല്ലോ. ഇതിൻ്റെ അകത്ത് ചോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് ഇട്ടങ്ങ് കൊടുക്കും, എളുപ്പമുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കും കേട്ടോ. ഇതനുസരിച്ച് അങ്ങനെ ജീരകവും കൂടി ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു. പിന്നെ ഉള്ളി മുട്ടക്കറി, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടങ്ങോട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സി ചെയ്തതിന് ശേഷം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഈ കുക്കർ അങ്ങ് അടച്ച് വെച്ചാൽ മതി. വിസിൽ നമ്മുടെ കുക്കർ മുട്ടക്കറി റെഡിയാവും. അപ്പം നമ്മുടെ കുക്കർ മുട്ടക്കറി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതാ ഇതുപോലെ ഇരിക്കും കുക്കർ മുട്ടക്കറി. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പള്ളിയിൽ പോക്കൊന്നും നടന്നില്ല, കാരണം തന്നെ പോകാനൊരു പേടിയാണ്. കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൂടെ അല്ലേ പോയി. നിങ്ങൾക്ക് അറിയാം ഡേസിനെ. അപ്പോൾ ഡേസിക്ക് ചെറിയൊരു പനിയായിട്ട് കിടക്കുക. അപ്പോൾ ഞാനതൊന്ന് ക്ലീനിങ് ഒക്കെ നടത്തിയേക്കാൻ ഓർത്ത് എല്ലാ അടിക്കലും വാരലും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയേക്കാൻ ഓർത്തു. അങ്ങനെ ഞാൻ സിറ്റൗട്ടിലിട്ട് ഇറങ്ങി. ഞങ്ങളുടെ സിറ്റൗട്ടിൽ ഈ മുൻവശത്ത് തണൽ മരങ്ങളൊക്കെ പിടിപ്പിച്ചതുകൊണ്ട് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഇലകളുണ്ട് കേട്ടോ. ആ ഇലകൾ ചെറിയ കാറ്റടിച്ചാൽ സിറ്റൗട്ടിൽ തന്നെയാണ് രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കണം. ചെറിയ ഇലകളാണ്, പക്ഷേ എപ്പോഴും വീണുകൊണ്ടിരിക്കും. ചുറ്റും തണൽ മരങ്ങളല്ലേ. അങ്ങനെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവരെയും വിളിച്ചിരിക്കാൻ പോകും. ഞാൻ നോക്കിയത് ഇത് മുഴുവൻ വാടി മഴ വെള്ളത്തിന്റെ ആണെന്ന് തോന്നുന്നു അല്ലേ അവിടെ നിൽക്കുന്നല്ലേ. ആ ഞങ്ങള് പാലില്ല, കട്ടൻ ചായ ഇടാം. ഇനിയിപ്പോൾ അവന് എക്സാം ആയിട്ട് ഇനി അവന് വിടണ്ടല്ലോ. എന്നാ കഴിക്കാൻ വേണ്ടേ? ബിസ്ക്കറ്റ് ഉണ്ട് ചെറുതായിട്ട്, തരട്ടെ? നീ ബിസ്ക്കറ്റും കൂടെ നിന്ന് നിർത്തടാ. അയ്യോ, ഒരു പരീക്ഷയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സാധനം ഇരിക്കത്തില്ല ഇവിടെ അല്ലേ. ആണോ? വിശക്കുന്നുണ്ടല്ലോടാ. ഇന്ന് കൊച്ചിനെ എപ്പോഴാ പോണ്ടേ? അപ്പോ ഇടിയപ്പോ മുട്ടക്കറി. അത് ചാച്ചനെ വിളിച്ചു പറഞ്ഞായിരുന്നു. KFC-യോ? ഞാൻ ഫുഡ് എടുക്കുക. നിനക്ക് പോറായില്ലേ? കുറച്ചാൾ മതിയില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പൊ ഞങ്ങളുടെ കുക്കർ മുട്ടക്കറിയും ഇടിയപ്പവും റെഡി ആയിട്ടോ. ഞങ്ങൾ കഴിക്കാൻ പോവാ. താങ്ക് യു. റോയിച്ച, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇടി കുടുങ്ങിയായിരുന്നു. അവിടെ ആ തെങ്ങിന്റെ ചോട്ടില് കൂണുണ്ടോന്ന് നോക്കട്ടെ. കിട്ടിയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ഒരു കൂട് കിട്ടി. അവിടെ പോയി. വയലറ്റ് പേരക്കുണ്ട് കേട്ടോ. വയലറ്റ് പേരക്ക നിറച്ചു കറി കഴിച്ചിട്ടുണ്ട്. എന്നാ വളം ഇട്ട് കൊടുത്തില്ലേ റോയിച്ചിന്റെ നമ്മുടെ കടയിൽന്ന്? സാൽവ നിറച്ചും കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റും. പോയി പരീക്ഷ എഴുതിട്ട് കേട്ടോ. ബൈ.